52 വയസ്സ്. 52 വയസ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ ഇത്ര വയസ്സായാലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാന്ന്. എന്താണ് പറയാൻ കാരണം? അങ്ങനെ അതുകൊണ്ടൊന്നല്ല, പിള്ളേരൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ. 10-12 വയസ്സ് തൊട്ട് തുടങ്ങിയതല്ലത്. ഏതാണ്ടൊക്കെ അവരുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. അവരെ കാര്യങ്ങള് കഴിഞ്ഞു, നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് 52 വയസ്സ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയും ഏറ്റവും നല്ല പ്രായം എന്ന് പറയാം. 52 വയസ്സിനൊരു വയസ്സല്ല, നമ്മള് അങ്ങനെ ചിന്തിക്കണം. നമ്മൾ മനസ്സിൽ വയസ്സായി എന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വയസ്സാവും. അതിനിപ്പോ ഈ വയസ്സൊന്നും വേണമെന്നില്ല. 25 വയസ്സിൽ ഞാൻ ചിന്തിക്കുന്നു 20 വയസ്സായി. അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ കാരണം തോന്നല്ലേ, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഏത് വയസ്സിലായിക്കോട്ടെ ആ ഒരു വയസ്സിന് ചെയ്യാൻ പറ്റുന്ന കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്. 20 വയസ്സിലായിക്കോട്ടെ, ഒരു 30 വയസ്സിലായിക്കോട്ടെ, 40, 50, 80, ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന എന്ത് മാറ്റം. ഓൾറെഡി ഇപ്പൊ നമുക്ക് ഷുഗർ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കണം എന്റെ ബോഡിക്ക് ഒരു കഴിവുണ്ട്, അതിലേക്ക് എത്തണം എന്നുള്ളത്. എന്നാൽ മാത്രമാണ് അമ്മ കഴിക്കുന്ന മരുന്നുകൾ പോലും എഫക്ട് ചെയ്യുള്ളൂ. അതല്ലാതെ ഈ ഒരു മൈൻഡ് സെറ്റിൽ കഴിച്ചു നോക്കാം, വേണമെങ്കിൽ ആരോഗ്യം വരണമെങ്കിൽ വരട്ടെ, ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായി ചിന്തിക്കണം, ഇതുപോലെ ചിന്തിക്കണം. എന്നാലാണ് നമുക്കൊരു ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. നമുക്കപ്പോ ആരോഗ്യം ഇനി കൂടും, അല്ലെങ്കിൽ ഇനി വീണ്ടെടുക്കാൻ പറ്റും തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ തോന്നും, വ്യായാമം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആരോഗ്യം കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യും അല്ലെ. പിന്നെ നമ്മള് ആ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏജിങ് ഉണ്ടല്ലോ സ്ലോ ആക്കും, നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്ത് കൂടും, ഹാർട്ടിന്റെ ഹെൽത്ത് കൂടും. പോരെ, ഇതൊക്കെ തന്നെ നമുക്ക് ആവശ്യം. അതിനല്ലേ നമ്മളിപ്പോ ആഗ്രഹം എന്താ, മനുഷ്യൻ എന്തായാലും മരിക്കും. നമ്മൾ ഈ മരിക്കുന്ന വരെ ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം. അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് ഒക്കെ ഒരു തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോൺസുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് പിന്നെ നമ്മൾ ബാക്കിലോട്ടാക്കും. എന്തായാലും അമ്മ എന്തസുഖം ഉണ്ടെങ്കിലും അതിനെ മാറ്റാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. ശരീരത്തിൽ ഹീലിംഗ് പവർ ഉണ്ട്. ആ ഹീലിംഗ് പവർ നമ്മളുടെ ജീവിതശൈലികൾ കൊണ്ടാണ് അത് കുറയുന്നത്. അത് കുറയുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. മോളിപ്പോ തണ്ടുവേദനായിട്ട് കാണിക്കാവുന്നല്ലേ, അവളുടെ ഫുള്ള് മാറിയില്ലേ. അപ്പൊ അവളുടെ ഒപ്പം ജിമ്മിനും വർക്കൗട്ടിനൊക്കെ പോകും. അപ്പൊ തന്നെ ഒരു 15 വയസ്സ് കുറയും. ബാക്കിയുള്ള വയസ്സല്ലേ നമുക്ക് വീണ്ടും നോക്കാം.